പിന്നെ ആ പെണ്ണ് എന്നെ അന്ന് വരുത്തിയപ്പോ ഞാൻ അന്നേ പറഞ്ഞതാ തീർക്കണം. ഇന്നിപ്പോ അവള് കളക്ടറാ. അത് മാത്രല്ല, വന്നിറങ്ങിയതും ആദ്യത്തെ പണി നമുക്കിട്ടാ. ആ പിച്ചക്കാരി ഭ്രാന്തിയുടെ മോളല്ലേ എന്റെ ശത്രു വളർത്തിയവൾ. അവൾ കളക്ടറല്ല, മുഖ്യമന്ത്രി ആയാലും ആണ്ടാൾ മുരുകന് വെറും കീഴമാണ്. ഇത് നിസ്സാരമായി കാണരുത്. സ്കൂളിലേക്കുള്ള നമ്മുടെ സപ്ലൈ നിർത്തിച്ചു. കേസും ചാർജ് ചെയ്യാനാ പ്ലാൻ. അതിനു മുൻപ് നേരിൽ ചെന്ന് കാണാനാ ഓർഡർ. ഇവിടെ വരുത്താൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പോകാം. അതൊരു മറയാണ്. കാണാം, ചെന്ന് കാണാം. ഭവ്യതയോടെ, ആദരവോടെ പഞ്ചപുച്ഛമടക്കി നിൽക്കും. വേണ്ടി വന്നാൽ കാലുപിടിക്കും. ആ ചവിട്ട് നാടകത്തിന്റെ അന്ത്യം അതിഭയാനകമായിരിക്കും. താമ്പ അകത്തേക്ക് വരട്ടെ മാഡം? യെസ്, വരൂ. വണക്കം കളക്ടർ അമ്മ, ആണ്ടാൾ മുരുകൻ. ഓ, ധാരാളം കേട്ടിട്ടുണ്ട്. ഇരിക്കൂ. മാഡം, ഒരു ഡീൽ സംസാരിക്കാനുണ്ട്. ഓ, അതിനെന്താ, നല്ല കാര്യല്ലേ, പറയൂ. മാഡം, ആ സ്കൂൾ വിഷയം എനിക്കൊരു വലിയ തലവേദനയാണ്. അത് നമുക്കൊന്ന് പറഞ്ഞു തീർക്കണം. അതാ നേരിട്ട് കാണാൻ വന്നത്. ഒരു സ്കൂളല്ലല്ലോ ഇതിപ്പോ, ഒരുപാട് സ്ഥലത്ത് ഇതല്ലേ അവസ്ഥ. വൃത്തിയില്ലാത്ത ടോയ്ലറ്റ്സ്. ഇത് കഷ്ടല്ലേ? കഷ്ടം തന്നെ. എന്നാലും ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിനെ വളമാകൂ. അതും നേരാണ്. കളക്ടർ ആവാനും അന്തസ്സിൽ ജീവിക്കാനും പണം വേണം. ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് എന്താവാനാ? ശരിയാ പറഞ്ഞത്. അതെ, എങ്ങനെയാ ഡീല്? മാഡത്തിന് തിരക്കുള്ളതല്ലേ, ഡീല് ഞാൻ പറയാം. സ്കൂളുകൾക്ക് കൊടുക്കുന്ന അരി, പയർ മുതലായവയുടെ കോൺട്രാക്ട് വർക്കുകളും മെയിൻ്റനൻസ് വർക്കുകളും എനിക്ക് വന്നുകൊണ്ടേയിരിക്കണം. എല്ലാത്തിനും എല്ലാ ബന്ധപ്പെട്ട ഓഫീസുകൾക്കും ലക്ഷങ്ങളും കോടികളും കൈമാറുന്ന ഏർപ്പാടാ. കേട്ടുണ്ട്. ഇങ്ങനെ പല മേഖലകളിലും ഡീലുകൾ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം. പിന്നെ ആ കംപ്ലൈന്റ് ഒന്ന് പിൻവലിക്കണം. അത് കേസാക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം, എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കുറച്ച് മതി, 1 വർഷം. ബാക്കി മാട് കൊടുത്തു 4 വർഷം. സ്കൂളിലേക്ക് വരുന്ന വില കൂടിയ അരി മാറ്റി ഏറ്റവും താഴ്ന്ന അരി കൊടുക്കുന്നതിന്റെ കമ്മീഷൻ, പിന്നെ കോൺട്രാക്ട് എടുത്ത് തട്ടിക്കൂട്ട് പണി നടത്തുന്നതിന്റെ കമ്മീഷൻ, കൂടാതെ മെയിൻ്റനൻസ് വർക്കിന്റെ തുക വേറെയും. അതെ, വേറെയും ഉണ്ട് വിഷയം. നമ്മള് പാർട്ട്നേഴ്സ് ആയ പിന്നെ എനിക്ക് 4 വർഷമൊന്നും വേണ്ട, എനിക്ക് 1 വർഷം മതി. അല്ല, ഡീൽ ഓക്കെ അല്ലേ? കളക്ടർ ആയാലും ഇങ്ങനെ വേണം. പക്ഷെ ആ 1 വർഷം കൊണ്ട് ഞാൻ ഈ നാട് വെടുപ്പാക്കി തൂത്ത് വാരും. ഓക്കെ ഓക്കെ. കട്ടതിനും കൊള്ളയടിച്ചതിനും ഒക്കെ കണക്ക് വെപ്പിച്ച് ജയിലിൽ തള്ളും. എടോ ആണ്ടാൾ മുരുക, താൻ എന്താ വിചാരിച്ചേ? 4 ഗുണ്ടകളെ ഒരു ഞാഞ്ഞൂൽ വക്കീലിനെ കാണിച്ച് എന്റെ വരട്ടാന്നോ? കളക്ടർ പവിത്ര, ഇത് സ്ഥലം വേറെയാ.
ആണ്ടാൾ മുരുകൻ തന്നെയാ ഇവിടുത്തെ നാട്ടുപ്രമാണി. നമുക്കൊന്നുകൂടി കാണേണ്ടി വരും. എണീക്കടോ. Get out.